സ്നാക്സിന് മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും എപ്പോഴും ഇത് തന്നെ മതിയെന്നും പറഞ്ഞ് കുട്ടികൾ ബഹളം വെക്കും. കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി അവലും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പം വേഗം വായോ നമുക്ക് ഈ ഒരു അടിപൊളി അവലും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഈ ഒരു സ്നാക്സ് അവൽ ഫ്രൈ എന്ന പേര് പറയാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓയിലോട്ട് നമുക്ക് അവലൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് അവൽ, നമ്മുടെ കനം കുറഞ്ഞ അവലില്ലേ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈറ്റ് അവലാണ് എടുത്തിരിക്കുന്നത്. അതിനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ആ ക്രിസ്പിനെസ്സും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ അവലൊന്ന് ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 or 3 മീഡിയം സൈസുള്ള സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അവലിൻ്റെ പ്രത്യേക ഒരു ഹൈലൈറ്റ്. അപ്പം നമുക്ക് ആവശ്യമനുസരിച്ച് ആഡ് ചെയ്യാം. ആവശ്യമനുസരിച്ച് സവോള ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 or 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയും വേറെ ഒരു 2 or 3 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു സവോളയും പച്ചമുളകിൻ്റെ ആ ഫ്ലേവർ നമ്മുടെ അവലിലോട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അവലും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ടോ അല്ലെങ്കിൽ ഒരു സർവിങ് പ്ലേറ്റിലോട്ടോ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയില്ലേ, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. വെറും ഒരു 5 or 10 മിനിറ്റും കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. പെട്ടെന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ എന്താ കൊടുക്കാമെന്ന് ചിന്തിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നല്ല ക്രിസ്പിയും നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു അവലും കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.